അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അതിക്രമിച്ച് കയറി കോൺഗ്രസ് പ്രവർത്തകർ ഗുണ്ടായിസം കാണിച്ചു എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പ്രസിഡന്റിനോട് സംസാരിക്കാൻ എത്തിയതായിരുന്നു പ്രദേശവാസികളായ ഒരു കൂട്ടം യുവാക്കൾ. പ്രസിഡന്റിന്റെ സമ്മതത്തോടു കൂടിയാണ് ഇവർ യോഗ ഹാളിലേക്ക് പ്രവേശിച്ചത്. പ്രസിഡന്റുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഭരണസമിതിയിലെ ചില LDF മെമ്പർമാർ കയർത്ത് സംസാരിച്ചതാണ് ഇരു കൂട്ടരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിന് ഇടയാക്കിയത്. യോഗത്തിലെ കോൺഗ്രസ് മെമ്പർമാർ ഇവരെ അനുനയിപ്പിച്ച് ഇറക്കിവിട്ടു. അക്രമം നടത്തിയെന്നും മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പരാതി അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 3 തവണ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് LDF ഭരണസമിതിയും MLAയും ചെയ്തത്. ദിവസങ്ങൾക്ക് മുമ്പ് അധികാരമേറ്റ UDF സർക്കാരിന്മേൽ പഴിചാരി രക്ഷപ്പെടുവാനാണ് LDF ശ്രമിക്കുന്നത്. കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വീട്ടമ്മമാർ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ PN വിജയകുമാർ പറഞ്ഞു. അവിടുത്തെ പ്രദേശത്തെ ആളുകൾ, കുറച്ച് ചെറുപ്പക്കാർ വന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് അനുമതി ചോദിച്ച് പ്രസിഡന്റ് സംസാരിക്കാൻ പറഞ്ഞ് അവരുടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു മെമ്പർമാരുടെ ഇടപെടൽ, വളരെ രൂക്ഷമായ ഇടപെടലുണ്ടായപ്പോൾ അവരും തർക്കമായി. ആ ഒരു തർക്കം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ യാതൊരു വക പ്രശ്നങ്ങളും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പഞ്ചായത്ത് കമ്മിറ്റി പിരിഞ്ഞ് പോന്നിട്ടുള്ളത്. എന്തായാലും ഈ റോഡ് നിർബന്ധമായും എത്രയും പെട്ടെന്ന് പണിതു കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലെ ഒരു വാഹനം പോയി ഒരു കാൽനട യാത്രക്കാരന് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആ റോഡ് കിടക്കുന്നത്. അവരുടെ വൈകാരികമായിട്ടുള്ള അവരുടെ ഒരു ആ കമ്മിറ്റിയെ മുഴുവൻ അറിയിക്കാൻ വേണ്ടി അവർ വന്നപ്പോൾ പ്രസിഡന്റ് പെർമിഷൻ കൊടുത്തതിൻ്റെ പേരിലാണ് അവർ സംസാരിച്ച്. ആ സംസാരത്തിൽ ഇവിടെ മറ്റ് മെമ്പർമാർ ഇടപെട്ട് അത് ഒരു കുറച്ച് ശബ്ദം, എല്ലാവരും കൂടി ഒരു 4-5 പേര് അവരും ഒക്കെ കൂടി ഒരുമിച്ച് ഒരു ശബ്ദം ഉണ്ടായി എന്നല്ലാതെ വേറെ മറ്റ് യാതൊരു തരത്തിലുള്ള പ്രകോപനവും പ്രശ്നങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് തന്നെ അപമാനിച്ച് സംസാരിച്ചതായി കോൺഗ്രസ് മെമ്പർ സൈബുന്നിസ ഷറഫു പറഞ്ഞു. തന്നെയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ തന്റെ ഭർത്താവിനെയും പൊതുയോഗങ്ങളിലും പഞ്ചായത്ത് യോഗങ്ങളിലും നിരന്തരം അധിക്ഷേപിച്ച് സംസാരിക്കുകയാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സൈബുന്നിസ ഷറഫു പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാഴ്ചയായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു ദേഷ്യമാണ് ഞങ്ങളോട്. അതുകൂടാതെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എന്നെ വളരെയധികം മാനസികമായും വളരെയധികം നമ്മളെ തളർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളായിട്ടാണ് വരുന്നത്. 2 പൊതുവേദികൾ വെച്ച് എൻ്റെ ഭർത്താവിനെയും വളരെയധികം അപമാനിച്ചു. എൻ്റെ ഭർത്താവ് ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്, കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ എന്ത് രാഷ്ട്രീയമായിട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്തായാലും ഈ ആളാണല്ലോ നേതൃത്വം കൊടുക്കുക. അപ്പോൾ വളരെ തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ വാർഡിനൊന്നും തരില്ല. അപ്പോൾ വളരെയധികം ഭീഷണിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, പിന്നെ ഞാൻ കാണിച്ചു തരാം, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക നോക്കട്ടെ, നിങ്ങളെ വാർഡിന് എന്താ ചെയ്യാന്ന് എനിക്കറിയാം. അത് പേഴ്സണലായിട്ട് 2 ദിവസം മുന്നേ എന്നോട് നേരിട്ട് അയാൾ പറഞ്ഞതാണ്. അത് വളരെയധികം ഞങ്ങളെ തളർത്തുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെയും. ഇന്ന് ഒരുപാട് എന്നെ അപമാനിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് എന്നെ അപമാനിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഒരു അഡ്വക്കറ്റാണല്ലോ, അതിനുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെയല്ല എന്നോട് പെരുമാറിയത്. ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റിന് വിദ്യാഭ്യാസം ഇല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ എൻ്റെ ഭർത്താവിനെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും.